സയൻസ് കോളേജ് ബെഞ്ചിയുടെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. എല്ലാവർക്കും ഒരു ഡൗട്ട് ആയിരിക്കും, ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്ത് സ്കോപ്പാണുള്ളത്, ഇത് പഠിക്കാൻ പാടാണോ, അല്ലെങ്കിൽ ഇപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ ഇറങ്ങി കഴിഞ്ഞാൽ വെറുതെ ഇരിക്കേണ്ടി വരുമോ, ഇത് എന്തിനാ ചൂസ് ചെയ്യണത്, ഏത് സ്ട്രീമുള്ളവരാണ് ചൂസ് ചെയ്യുക, ഇത് എന്താണ് ലോജിസ്റ്റിക്, ഇങ്ങനെ കുറെ ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. സോ നമ്മൾ അതൊക്കെ ഇന്നൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവാണ്. സോ ഡോണ്ട് സ്കിപ്പ്. ഈ ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ഒരു 3-year ഡിഗ്രി കോഴ്സ് ആണ്. സോ BBA ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് അത് നിങ്ങൾക്ക് ഏതൊരു സ്ട്രീം എടുത്തൊരു കുട്ടിക്കാണെങ്കിലും BBA പഠിക്കാവുന്നതാണ്. ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ ഇതിൽ നല്ലൊരു സ്കോപ്പ് ഉണ്ട്. പിന്നെ 50% മാർക്ക് മതി ഈ ഒരു സബ്ജക്ട് എടുക്കാൻ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് വേഗം തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതായിരിക്കും. റോ മെറ്റീരിയൽ പർച്ചേസ് മുതൽ അത് പ്രൊഡക്ഷൻ ചെയ്ത് കൺസ്യൂമറിലേക്ക് എത്തുന്നവരെ ഉള്ള ഒരു ചെയിനെയാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. പിന്നെ അതിനിടയിലുള്ള ട്രാൻസ്പോർട്ടേഷനെയാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. സോ നമുക്കത് ഷോർട്ട് ആക്കിയിട്ട് ഇങ്ങനെ പറഞ്ഞ ഒരാൾക്കും മനസ്സിലാവില്ല. സോ നമുക്കത് വിശദമായിട്ട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. അത് എന്റെ രീതിക്കാണ് ഞാൻ പറയുന്നത്. ഓക്കെ, നമ്മൾ ഇനി പറയാൻ പോകുന്നത് ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഞാൻ ഇന്നിവിടെ ഒരു ഷോപ്പ് തുടങ്ങുകയാണ്. എന്ത്? ഐസ്ക്രീം മാനുഫാക്ചറിങ് കമ്പനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. സോ അവിടേക്ക് എന്തൊക്കെയാണ് വേണ്ടത്? ഐസ്ക്രീമിന് നമുക്ക് വേണ്ട റോ മെറ്റീരിയൽസ് എന്തൊക്കെയാ? ക്രീം വേണം, ബട്ടർ വേണം, മിൽക്ക് വേണം, ഷുഗർ വേണം, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് വേണം. സോ നമ്മൾ ഈ റോ മെറ്റീരിയൽസ് എടുക്കാൻ പോകുമ്പോൾ നമുക്ക് എവിടെ പോയി എടുക്കാമെന്ന് ആർക്കും അറിയില്ല. സോ നമുക്ക് കേരളത്തിൽ കുറെ വെൻഡേഴ്സ് ഉണ്ടായിരിക്കും, കേരളത്തിന് പുറത്ത് കുറെ വെൻഡേഴ്സ് ഉണ്ടായിരിക്കും. വെൻഡേഴ്സിന്റെ അടുത്ത് പോയിട്ട് ഈ സാധനം എടുത്താൽ മാത്രം പോരല്ലോ, നമുക്ക് ക്വാളിറ്റി ചെക്ക് ചെയ്യണം. അതേപോലെ തന്നെ ലോ ബഡ്ജറ്റിൽ വേണം ഇത് കിട്ടാൻ. സോ നമ്മൾ അവിടുത്തെ പോയിട്ട് വെൻഡർ 1, 3 വെൻഡേഴ്സിന്റെ അടുത്ത് നമ്മൾ പോയി. വെൻഡർ 1 ഉണ്ട്, വെൻഡർ 2 ഉണ്ട്, വെൻഡർ 3 ഉണ്ട്. സോ ഈ 3 പേരെടുത്ത് പോയിട്ട് വെൻഡർ 1 നല്ല ബഡ്ജറ്റ് ആണ് പറയുന്നത്, പക്ഷെ ക്വാളിറ്റി കുറവായിരിക്കും. വെൻഡർ 2 നല്ല ക്വാളിറ്റി ഉണ്ടാവും, ലോ ബഡ്ജറ്റും ആയിരിക്കും. വെൻഡർ 3 ആണെങ്കിൽ ക്വാളിറ്റി വലുതായിരിക്കും, പക്ഷെ ബഡ്ജറ്റ് ലോ. വെൻഡർ 3 എന്താ ചെയ്യാ? അവർ ക്വാളിറ്റി ഇല്ല, പിന്നെ അതുപോലെ തന്നെ നല്ല പൈസയെ പറയണേ. സോ നമ്മൾ അവരുടെ അടുത്തേക്ക് എന്തായാലും പോയില്ലല്ലോ. വെൻഡർ 2 ആണ് നല്ല രീതിക്ക് നിൽക്കണേ, നല്ല ക്വാളിറ്റി ഉണ്ട്, അതേപോലെ തന്നെ ലോ ബഡ്ജറ്റിൽ തരുന്നുണ്ട്. സോ നമ്മൾ ആ വെൻഡർ 2ന്റെ അടുത്ത് പോയിട്ട് ഈ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്ത് നമ്മൾ ഈ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് കൊണ്ടുവന്നു, വെയർ ഹൗസ്. അവിടുന്ന് നമ്മൾ പ്രൊഡക്റ്റ് ആക്കി അത് കവർ ചെയ്ത് നമ്മൾ ഈ റീറ്റെയിലേഴ്സിന്റെ അടുത്തേക്ക് കൊടുക്കും. വേണ്ട ക്വാണ്ടിറ്റി അനുസരിച്ച് നമ്മൾ റീറ്റെയിലേഴ്സിന്റെ അടുത്തേക്ക് കൊടുക്കും. അവിടുന്ന് കൺസ്യൂമേഴ്സ്, നമ്മളെ പോലെ കുറെ ആൾക്കാർ ഈ ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞ് നമ്മൾ പോയി വാങ്ങിക്കും. അതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഈ വരുന്ന പ്രോസസ്സിനാണ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഈ റോ മെറ്റീരിയൽ മുതൽ കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന വരുന്ന ഒരു ട്രാൻസ്പോർട്ടേഷൻ ഉണ്ട്. അത് എത്ര ലോ ബഡ്ജറ്റിൽ അല്ലെങ്കിൽ എത്ര ചെറിയൊരു പൈസയിലാണ് അല്ലെങ്കിൽ ലോയിലാണ് ഇവര് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യുന്നത്. ആ ട്രാൻസ്പോർട്ടേഷനാണ് ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത്. ഒരു ഡൗട്ട് ആയിരിക്കും, ഇത് പഠിച്ചു കഴിഞ്ഞാൽ വല്ല കാര്യം ഉണ്ടാവുമോ, അല്ലെങ്കിൽ ഇതിപ്പോ ഏത് സ്ട്രീം എടുത്താലാ കാര്യം ഉണ്ടാവുക, ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയ ജോലിയൊന്നും കിട്ടില്ല, വീട്ടിലൊക്കെ ഇരിക്കാം, ഇങ്ങനെ കുറെ ഡൗട്ടുകൾ ഉണ്ടായിരിക്കും. സോ അതൊക്കെ ഒരു വെറും ഡൗട്ടായിട്ടിരിക്കാൻ പാടില്ല. സോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതില് ഇത്ര റോ മെറ്റീരിയൽ മുതൽ നമ്മൾ കൺസ്യൂമറിലേക്ക് എത്തിക്കുന്ന ഒരു ചെയിനില്ലേ, അതിന്റെ ഉള്ളിൽ തന്നെ കുറെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങൾക്കുണ്ട്. അതെന്തൊക്കെയാണെന്ന് ഇപ്പൊ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഇവിടെ പ്രൊഡക്ഷൻ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, അതേപോലെ തന്നെ കോർഡിനേറ്റർ എക്സിക്യൂട്ടീവ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഷിപ്പിംഗ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഓപ്പറേഷൻ മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, സൂപ്പർവൈസർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ലോജിസ്റ്റിക് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, പർച്ചേസിംഗ് മാനേജർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഡിസ്ട്രിബ്യൂട്ടർ സെന്റർ ഓഫീസർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ഏജന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, സെയിൽസ് കോർഡിനേറ്റർ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. സോ ഈ ഒരു മേഖല നിങ്ങൾ എടുക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ ഓരോ മേഖലയിൽ അല്ലെങ്കിൽ ഈ ഓരോ സ്ട്രീംസിൽ ഈ ഓരോ പൊസിഷനിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഡൗട്ട് ആയിരിക്കും, ഏത് സ്ട്രീം എടുത്ത ഒരു കുട്ടിക്കാണ് ഇത് പഠിക്കാൻ പറ്റുക? അങ്ങനെയൊന്നുമില്ല, എല്ലാ സ്ട്രീമിലുള്ള ഒരു വ്യക്തിക്കും ഈ ഒരു സബ്ജക്ട് എടുത്ത് പഠിക്കാവുന്നതാണ്. ഇതിപ്പോ സയൻസ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഏതൊരു സ്ട്രീം എടുത്ത ഒരു കുട്ടിക്കായാലും 50% മാർക്ക് ഉണ്ടെങ്കിൽ ഈ ഒരു സ്ട്രീം എടുത്ത് പഠിക്കാവുന്നതായിരിക്കും. നിങ്ങൾ +2 എക്സാം എഴുതിക്കൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾ ഡിഗ്രിക്ക് ചൂസ് ചെയ്യുമ്പോൾ BBA ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് ചൂസ് ചെയ്യാൻ നോക്കുക. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്യൂച്ചർ തന്നെ സെറ്റിൽ ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നതായിരിക്കും. ഇത് നല്ലൊരു സ്കോപ്പ് ഉള്ള ഒരു ഫീൽഡാണ്, അതുകൊണ്ടാണ്. പിന്നെ BBA പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് MBA സപ്ലൈ ചെയിൻ മാനേജ്മെന്റ് എടുത്ത് പഠിക്കാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ബാംഗ്ലൂർ അല്ലെങ്കിൽ കർണാടക അല്ലെങ്കിൽ കേരളത്തിന് പുറത്ത് നോക്കണ്ട
ഞങ്ങൾക്ക് നാട്ടിൽ തന്നെ ഇത് പഠിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ കേരളത്തിൽ 2 യൂണിവേഴ്സിറ്റീസ് ആണ് ടോപ്പ് ആയിട്ടുള്ളത് ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിന്. ഒന്ന് ചിന്മയ യൂണിവേഴ്സിറ്റി, പിന്നെ ഒരെണ്ണം ജെയിൻ യൂണിവേഴ്സിറ്റി. അത് ലോജിസ്റ്റിക് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റിൽ കൂടുതൽ അവർ ഫോക്കസ് ചെയ്യണത് അതിലായിട്ട്. കേരളത്തിൽ പുറത്താണ് നോക്കണമെന്നുണ്ടെങ്കിൽ 2 ഓപ്ഷൻ ആണുള്ളത്, ബാംഗ്ലൂർ ഉണ്ട്, മംഗലാപുരം ഉണ്ട്. സോ നിങ്ങൾ മംഗലാപുരത്ത് നോക്കുകയാണെങ്കിൽ ശ്രീനിവാസ ഉണ്ട്, യനപ്പോയ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ ബാംഗ്ലൂരാണ് നോക്കണമെന്നുണ്ടെങ്കിൽ യനപ്പോയ ഉണ്ട്, എസ്റ്റിയാസ ഉണ്ട്, കൃപാനിധി ഉണ്ട്, ക്രിസ്തു ജയന്തി ഉണ്ട്. സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക, ഞങ്ങളുടെ കോൺടാക്ട് നമ്പർ തരുന്നതായിരിക്കും. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം ഒന്ന് DM ചെയ്യുക. സോ യൂട്യൂബും ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുക, യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ മോർ കണ്ടന്റ്സ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. സോ ബൈ.